മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെൽ ഐക്കൺ അമർത്തുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 2026 ആണ്ട് വാർഷിക ഫലം, ആണ്ടുഫലമാണ് നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും വരുന്നത്. അതിൽ നമ്മളെ രോഹിണി നക്ഷത്രത്തിൻ്റെ ഏതൊക്കെ വയസ്സ് വരെയുണ്ട് ദശാകാലമെന്നും എങ്ങനെയൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടതെന്നും 2026 വരെ എന്തൊക്കെയാണ് ഫലങ്ങളെന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ആണ്ടിലെ രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലം നമ്മളിവിടെ ശാസ്ത്രീയമായിട്ട് ഗണിച്ച്, ശാസ്ത്രീയ സംബന്ധമായിട്ട് നമ്മൾ തന്നെ ഗണിച്ച് റെഡിയാക്കുന്ന കാര്യങ്ങൾ പോയിന്റുകളായിട്ട് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചിരുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൽസ്വഭാവികളും അഭിമാനികളും ആയിരിക്കും. അത് മനസ്സിലാക്കുക. മറ്റുള്ളവരോട് വളരെ കൃത്യമായി പെരുമാറാനും അതിന് തക്കവണ്ണം കുലീനതയും ആദരവും പുലർത്തുവാനും ജന്മസിദ്ധമായി കഴിവുള്ളവരാണിവർ. ഏത് കാര്യത്തെക്കുറിച്ചും നല്ല തെളിവോടെ സംസാരിച്ച് ഏവരെയും സന്തോഷിപ്പിക്കുന്നതിന് ഇവർ സമർത്ഥരാണ്. എന്നാൽ സഹനശക്തിയും ക്ഷമാശീലത്തിലും പിന്നോക്കമായിരിക്കും ഇവർക്ക്. ഒരു എടുത്തുചാട്ടം വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാര്യം. നിസ്സാര കാരണങ്ങളെ കൊണ്ട് ക്ഷോഭിക്കുന്നവരും ഈ നക്ഷത്രക്കാരിലുണ്ട്. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങൾക്കും വിധേയമാകും. സർക്കാർ ജോലി, ബാങ്കിംഗ് മേഖല, ബിസിനസ്, കൃഷി, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീതിന്യായം, കലാരംഗം, പൊതുപ്രവർത്തനം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ വിജയസാധ്യതയുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കും. ലോല മനസ്സ് പലരും മുതലെടുത്തെന്നു വരികയും ചെയ്യും. പല ആൾക്കാർക്കും നിങ്ങളുടെ ലോല മനസ്സിനെ മുതലെടുക്കാൻ സാധിക്കുന്നതാണെന്ന് അനുസരിച്ച് വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് വേണം പറയാൻ. അതിൽ വിട്ട അഭിമാനബോധം നഷ്ടങ്ങൾക്ക് ഇടവരുത്തും. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയോടെ ഇണങ്ങിച്ചേർന്നു പോകാനുള്ള സന്നദ്ധത ഏറെ ഗുണം ചെയ്യും. സന്താനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ എത്തുകയും അവരിൽ നിന്നും ഗുണാനുഭവങ്ങളും അന്തസ്സും ഉണ്ടാവുകയും ചെയ്യും. ഒറ്റനോട്ടത്തിൽ ധാരാളിത്തമുള്ളവരാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മിതവ്യയം പാലിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കിൽ ഉള്ള ആൾക്കാരും. രോഹിണി നാളുകാരികളായ സ്ത്രീകൾക്ക് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായിരിക്കും. ഹൃദയ ദൗർബല്യം കൂടുതലായിരിക്കും. അന്യർക്ക് ഹിതമാകത്തക്കവണ്ണം മധുരമായി സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കുന്നതാണ്. മിഥുനം, കന്നി, ധനു, മീന എന്നീ മാസങ്ങളിൽ ജനിച്ച രോഹിണി നക്ഷത്രക്കാർ വിനയശീലത്തിലും ബുദ്ധിചാതുര്യത്തിലും വാക്വൈഭവത്തിലും അറിവ് സമ്പാദിക്കുന്നതിലും നൈപുണ്യം നേടുന്നതിലും മുൻപന്തിയിലായിരിക്കുമെന്നാണ് ആചാര്യമതം പറയുന്നത്. അങ്ങനെയുള്ള ഒരു പൊതുഫലത്തോടു കൂടിയാണ്. ജനനം മുതൽ ഏകദേശം 5 വയസ്സ് മുതൽ ചന്ദ്രദശയും, 5 മുതൽ 12 വയസ്സ് വരെ ചൊവ്വാദശയും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹുദശയും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശയും, 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ശനിദശയും, 65 വയസ്സ് മുതൽ 17 വർഷം ബുധദശയും ആകാനാണ് സാധ്യതാവസ്ഥ. അത് ഗ്രഹനില എടുക്കുമ്പോൾ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര നാഴിക, ഇത്ര വിനാഴിക വരെ ഇന്ന ദശാകാലമെന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നതാണ്. ധർമ്മമാർഗങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഈ വർഷത്തെ ഫലമാണ് വസ്ത്രലാഭം, ഗൃഹലാഭം, പണ്ഡിതന്മാരുമായുള്ള ഇടപെടലുകൾ, ധനലാഭം, ഗൃഹലാഭം, പണ്ഡിതന്മാരുമായുള്ള ഇടപെടൽ, ധനലാഭം, ശ്രേയസ്, വാതകോപം, ജ്വരരോഗം എന്നിവയും തനിക്ക് തന്നെ നാശം സംഭവിക്കുന്നതും ബുധദശ ഫലമാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. ഈ വർഷം പൊതുവെ ശുഭകാര്യ മിശ്രിതങ്ങളാണ് എങ്കിൽ തന്നെയും മുഴുവനും ശനി 11 ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. തന്നെയുമല്ല, വർഷാരംഭം ജനുവരി 1 മുതൽ
ജൂൺ 3 വരെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഈശ്വരാധീനം കിട്ടും. പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പരിശ്രമശാലികളായവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന അവസരം കൂടിയാണ്. ജോലി, വരുമാനം, ബിസിനസ്, വിദേശകാര്യം, ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഗൃഹലാഭം, വാഹനസിദ്ധി മറ്റു ആധുനിക ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളെയും ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സമ്പാദ്യം അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് തുടങ്ങിയ പ്രധാന നേട്ടങ്ങൾക്ക് ഇടയുണ്ട്. അതനുസരിച്ച് പെരുമാറുകയും ഈശ്വരനെ വിളിക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് പിതൃമാതൃവാത്സല്യം, ഗുരുജന സ്നേഹം, വിദ്യാഭ്യാസ പുരോഗതി, ഉപരിവിദ്യാഭ്യാസ ലാഭം, ജോലി പുരോഗതി, ധനവരുമാന മാർഗം, വസ്ത്രാഭരണ ലാഭം, യുവതീ യുവാക്കൾക്ക് വിവാഹ സംബന്ധമായ സിദ്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം. വിനോദയാത്ര, ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും അധികാരത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുവാനും അല്ലെ പ്രമോഷനൊക്കെ ഉണ്ടാകുവാനും, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി നിൽക്കാനും, റിട്ടയർ ചെയ്തവർക്ക് സന്താനങ്ങളിൽ സന്തോഷം ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങൾ ഇടപെട്ട് സംതൃപ്തി ഉണ്ടാക്കിയെടുക്കുവാനും നന്മയുണ്ടാകുവാനും സാധ്യതയുണ്ട്. രോഗബാധിതർക്ക് വിദഗ്ധ ചികിത്സാ സൗകര്യം, സന്തോഷ വാർത്ത, ശ്രവണം മുതലായവയും ഫലങ്ങളാണ്. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നൊക്കെ ഇങ്ങനെ പഴഞ്ചൊല്ല് പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും വ്യാഴാഴ്ച വ്രതം മുതലായ വ്യാഴപ്രീതി കർമ്മങ്ങൾ ഏറ്റവും നല്ല രോഹിണി നക്ഷത്രം വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു ഭജനം നടത്തുക, വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്പായസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പിതൃപൂജ നടത്തുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ഈശ്വരാധീനത്തെക്കാൾ നമുക്കൊരു കൗടി വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആധിക്യം വരേണ്ടത് പിതൃസാന്നിധ്യമാണ്. പിതൃസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനും തൊഴിൽ രംഗത്തും ഒക്കെ നല്ല പുരോഗതി ഉണ്ടാകാനും പദ്ധതികൾ തുടങ്ങുവാണെങ്കിൽ അതിന് പ്രായോഗികമായിട്ടുള്ള ഉയരങ്ങളിലെത്താനുമുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതൽ ആ സമയത്താണ്. സഹചാരിഷ്ഠതകൾ തുടങ്ങിയവയ്ക്കിടയുണ്ടെങ്കിലും സ്ഥിതി വലിപ്പം കൊണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടും. ഗൃഹ നിർമ്മാണം മുതലായവയ്ക്ക് സാധ്യത ഏറെയാണ്. അപ്പം മഹാവിഷ്ണു ഭജനം ഏറ്റവും നല്ലതാണ്. രോഹിണി നക്ഷത്രത്തിന് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് അത്യുത്തമമായിരിക്കും. വ്യാഴാഴ്ച വ്രതം കർമ്മശേഷി കൂടാനുള്ള സാധ്യത, കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്ത തൊഴിൽ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകാനും അതിൽ നിന്നും പുരോഗമനം ഉണ്ടാകാവും. അല്ലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിക്കുന്നവർക്ക് ഉന്നത ശ്രേണിയിലെത്താനും അതുപോലെ കലാകാരന്മാർക്ക് സമ്മാനാദി വിഷയങ്ങളോ അവാർഡുകളോ ഒക്കെ ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു വർഷം കൂടാണ് 2026. ഈ അവസരം നിങ്ങൾ കളയാതെ മഹാവിഷ്ണു ഭജനം നടത്തുക. അത് ധർമ്മദൈവത്തെങ്കിൽ വിളക്കെ മാല, പട്ട്, നിവേദ്യം എന്നിത്യാദികൾ കഴിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ധർമ്മദൈവത്തെ പ്രസാദിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള ഏലസുകളും ദശാംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് ധരിക്കുന്നതും അത്യുത്തമമായിരിക്കും. ചില രക്ഷകളൊക്കെ ചെയ്തു കണ്ടാലും ദോഷദുരിതങ്ങളെയൊക്കെ അകറ്റി കൂടുതലും ബാഹുല്യം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് അത് കൗടി വെച്ച് നോക്കി അതിനുള്ള പരിഹാരവും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു 2026 നിങ്ങൾക്ക് സൽഫലത്തെയും നന്മയെയും ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും തരുവാനായിട്ട് ഈശ്വരൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക. സഹോദര സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും ഇടവരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് മാറിക്കിട്ടാൻ വേണ്ടി ധർമ്മദൈവ കോപം വന്നു കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാകും. ധർമ്മദൈവത്തിന് പ്രത്യേകം പരിഹാരം ചെയ്യുക, പിതൃപൂജകൾ നടത്തുക, ഇങ്ങനെയൊക്കെ ഇത്യാദികളൊക്കെ കണ്ടുക. കൂടുതൽ വിശദവിവരങ്ങൾക്ക് എന്നെ വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ നമ്പർ വിളിച്ചറിയിക്കുക. വീണ്ടും നമ്മൾ തമ്മിൽ നമുക്കൊന്ന് കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ ചാനലിൻ്റെ നിസ്സീമമായ പ്രാർത്ഥനയുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ. രോഹിണി നക്ഷത്രക്കാരിലെ ഈ ലോകത്തിലുള്ള ഈ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ,
ഞാൻ ജ്യോത്സ്യൻ തടിയൂർ കലേഷ് കുമാർ. നിങ്ങളുടെ ഭാവിയും മറ്റും ശാസ്ത്രീയമായ ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയും അതുപോലെ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്ന ധനലക്ഷ്മി യന്ത്രം അല്ലെങ്കിൽ കുബേര യന്ത്രം, അത് ഞങ്ങൾ പാരമ്പര്യ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും രഹസ്യമന്ത്രങ്ങൾ ചേർത്തെഴുതിയ അപൂർവ ശക്തിയുള്ള ഏലസുകൾ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കടം മാറിക്കിട്ടാനും അതുപോലെ ഒരുപാട് ദുഃഖദുരിതങ്ങളിൽ ധനം കൊണ്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ വാഹനം, മറ്റു കാര്യങ്ങൾ, വസ്തു, ഭൂമിയൊക്കെ വാങ്ങാനും ധനനഷ്ടങ്ങൾ മാറ്റിയെടുക്കാനും ബിസിനസ് തകർച്ച, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ 108 ദിവസം മഹാലക്ഷ്മി ഹോമം നടത്തി ഹോമ മധ്യത്തിങ്കൽ സമ്പാദം സ്പർശിച്ച് 7 ദിവസത്തെയും 51 ദിവസത്തെയും 108 ദിവസത്തെയും പൂജ കഴിച്ചിറക്കിയ ഏലസുകളും യന്ത്രങ്ങളും സമ്പാദം സ്പർശിച്ച് ഷഡാംഗത്തോടുകൂടി അല്ലെങ്കിൽ ദശാംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് സമ്പാദം സ്പർശിച്ച് ഹോമമധ്യത്തിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള അപൂർവ ശക്തിയുള്ള ഏലസുകൾ നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും സഹകരിക്കാവുന്നതാണ്, വാങ്ങാവുന്നതാണ്. ഏത് നാട്ടിലോ രാജ്യത്തോ ആണെങ്കിലും ഞങ്ങളത് ചെയ്തു തരുന്നതാണ്. 108 ദിവസത്തെ പൂജ കഴിച്ച് നിങ്ങളുടെ നാളും പേരും വീട്ടുപേരും കാര്യസാധ്യങ്ങളും ഒക്കെ അതിൽ പൂജ കഴിച്ച് അതിൽ ചേർത്തെഴുതി ജലാതിജലാന്തം പൂജിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അത് ലഭ്യമാണ്. 7 ദിവസത്തെയും 51 ദിവസത്തെയും 108 ദിവസത്തെയും പൂജ കഴിച്ച യന്ത്രങ്ങളാണ് ഞങ്ങൾ തരുന്നത്. അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനസംബന്ധമായിട്ടും അതുപോലെ തന്നെ കടസംബന്ധമായിട്ടുമുള്ള വിഷയങ്ങളിൽ മാറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. നിങ്ങൾ നേരിൽ വിളിക്കൂ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനിലയെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് എല്ലാ ദിവസവും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം വിളിക്കേണ്ടത് 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ്. വൈകുന്നേരം സമയത്ത് 6 മണി